ശിവായ. ശ്രീ നീലകണ്ഠ തീർത്ഥപാദസ്വാമികളുടെ പരശിവം എന്ന കാവ്യത്തിലെ അടുത്ത ഒരു ശ്ലോകത്തിലേക്ക് നമുക്ക് കിടക്കാം. സതത അസത് പദ ദൂരവർത്തിയാം യമാദിക്ക് വഴിപ്പെടാത്തതായി കഥനക്കനലാകും ഉത്തമ സദയം മർദ്ദയ ഹേ മഹേശ്വര. അല്ലയോ മഹേശ്വര, എൻ്റെ അവിദ്യയാകുന്ന അന്ധകാരത്തെ അങ്ങ് മർദ്ദിച്ച് ഇല്ലാതാക്കണമേ എന്നാണ് പ്രാർത്ഥന. അപ്പോൾ അവിദ്യയാകുന്ന അന്ധകാരം എന്നിൽ നിന്ന് ഇല്ലാതാക്കാൻ വേണ്ടി അല്ലയോ മഹേശ്വര, അങ്ങ് എന്നിൽ കനിവുണ്ടായി ഈ അവിദ്യയെ മാറ്റിത്തരയണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അവിദ്യ എങ്ങനെയുള്ളതാണ്? സത്തും അസത്തുമല്ലാത്ത ദൂരവർത്തിയാം യമാദിക്ക് ഒരിക്കലും വഴങ്ങാത്ത അവിദ്യ. അപ്പോൾ അവിദ്യയുടെ പ്രത്യേകതയെക്കുറിച്ചിട്ടാണ്. അതായത് രണ്ട് വിദ്യകളുണ്ട്, വിദ്യ എന്നും അവിദ്യ എന്നും. ബ്രഹ്മജ്ഞാനത്തെ മറയ്ക്കുന്നത് മായയാണ്. നാമെല്ലാം ജന്മനാ തന്നെ ജ്ഞാനികളാണ്. അറിവ് നമ്മിൽ ജ്വലിച്ചു നിൽക്കുന്നു. പക്ഷേ ഈ ബോധത്തെ മായ അല്ലെങ്കിൽ അവിദ്യ മറച്ചു കളയുന്നു. പാശം പശുവിനെ മറച്ച് പതിയിൽ നിന്ന് വേർപെടുത്തുന്നു. അതാണ് ഇവിടെ പറയുന്നത്. പതിയിൽ നിന്ന് വേർപെടുത്തുകയാണ് ഈ മായ ചെയ്യുന്നത്. അപ്പോൾ മായയാകുന്ന മറയെ ഇല്ലാതാക്കിയാൽ, മായയാകുന്ന ഇരുട്ടിനെ ഇല്ലാതാക്കിയാൽ ജ്ഞാനം അവിടെ സ്വയമേവ പ്രകാശിച്ചു കൊണ്ടിരിക്കും. ജ്ഞാനം പ്രകാശിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനെ മായയാകുന്ന അവിദ്യയാകുന്ന ഇരുട്ട് വന്ന് മൂടി. അതോടെ ആ പ്രകാശം മൂടപ്പെട്ട് കിടക്കുന്ന പ്രകാശത്തെ ആ മൂടലിൽ നിന്ന്, ആ ആവരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ, ആ ആവരണം മാറ്റിയാൽ പ്രകാശം ജ്വലിച്ചുകൊണ്ടേ നിൽക്കും, വിദ്യ ജ്വലിച്ചുകൊണ്ടേ നിൽക്കും. ഇതാണ് ഈ ഭാഗത്ത് പറയുന്നത്. അപ്പോൾ സത്തും അസത്തുമല്ലാത്ത ദൂരവർത്തിയായ യമാദിക്ക് ഒരിക്കലും കീഴടങ്ങാത്ത, വഴിപ്പെടാത്ത ആ കനലാകും ഉത്തമ സദയം മർദ്ദയ ഹേ മഹേശ്വര. ഈ അവിദ്യയാകുന്ന അന്ധകാരത്തെ അല്ലയോ മഹേശ്വര, അങ്ങ് മാറ്റിത്തരയണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഏതൊരു സാധകനും പ്രാർത്ഥിക്കുന്നത് ഇതാണ്. താൻ അവിദ്യയിൽപ്പെട്ട് കഴിയുകയാണ് എന്നും ഈ അവിദ്യ തന്നിൽ നിന്ന് മാറ്റി തനിക്ക് വിദ്യയുടെ പ്രകാശം നൽകണമേ എന്നും പ്രാർത്ഥിക്കുകയാണ്. വിദ്യ പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അത് അത്രമേൽ സ്വാഭാവികമായി വിദ്യ നമ്മളിലെല്ലാം പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ആ പ്രകാശത്തെ മറച്ചു കളയുന്നത് അവിദ്യ അഥവാ മായയാണ്. ആ മായയെ മാറ്റണം, അതായത് പാശത്തെ അറുക്കണം. അപ്പോൾ പശു പതിയിൽ ലയിക്കും. ഇതാണ് പശുപാശപതി സങ്കല്പം. ശൈവ സിദ്ധാന്തത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അത് അദ്വൈതവുമായിട്ടും വേദാന്തവുമായിട്ടും എല്ലാം തന്നെ വളരെയേറെ ബന്ധപ്പെട്ട് കിടക്കുന്നു. നമുക്ക് ആ അവിദ്യയെക്കുറിച്ചിട്ടുള്ള ചില വിവരങ്ങൾ ആചാര്യ നരേന്ദ്രഭൂഷൺ നൽകുന്നുണ്ട്. അദ്ദേഹം അത് ഏറെക്കുറെ സമഗ്രമായി തന്നെ ആ വിദ്യയെ ആചാര്യ നരേന്ദ്രഭൂഷൺ വിവരിക്കുന്നുണ്ട്. നമുക്ക് അതിലേക്ക് കിടക്കാം. അറിവില്ലായ്മ എന്ന് സാധാരണമായ അർത്ഥത്തിൽ പ്രയോഗിക്കപ്പെടുന്ന ഈ
പദത്തിൽ അദ്വൈതികളും മറ്റും ദാർശനികരും സാങ്കേതികമായ അർത്ഥവിവക്ഷ നൽകിയിട്ടുണ്ട്. അനാദിയും ഭാവരൂപവും വിദ്യ കൊണ്ട് ഇല്ലാതാക്കാവുന്നതാണെന്ന തത്വം എന്ന നിലയിലാണ് ഈ പദം അദ്വൈതത്തിൽ പ്രയോഗിക്കപ്പെടുന്നത്. അനാദി ഭാവരൂപജ്ഞാന നിവർത്തിയ അവിദ്യ എന്ന് അദ്വൈത സിദ്ധിയിൽ പറയുന്നു. ബ്രഹ്മവും അവിദ്യയും അനാദിയാണെങ്കിലും ബ്രഹ്മത്തെ ഒന്നുകൊണ്ട് മാറ്റാനാവില്ല. എന്നാൽ അവിദ്യയെ വിദ്യ കൊണ്ട് മാറ്റാം. അതുകൊണ്ട് തന്നെ ഇവ ഭിന്നമാണ്. ജ്ഞാനത്തിൻ്റെ അഭാവം എന്ന അർത്ഥമില്ല അവിദ്യ എന്നതിന്. അതിനാലാണ് അത് ഭാവരൂപമാണെന്ന് പറഞ്ഞത്. ഉദാഹരണത്തിന്, ഞാൻ സുഖമായി ഉറങ്ങി, ഒന്നും അറിഞ്ഞതേയില്ല എന്ന് പറയുന്നിടത്ത് ഭാവരൂപമായ അജ്ഞാനമേ ഉള്ളൂ. അവിദ്യയുടെ ആശ്രയവും വിഷയവും ഏത് എന്നതിനെക്കുറിച്ച് വേദാന്തികളായ പ്രകാശാത്മയതിയും വാചസ്പതി മിശ്രനും വിശദമാക്കുന്നുണ്ട്. ഇവരുടെ ചിന്താപദ്ധതികൾ വിവരണ പ്രസ്ഥാനമെന്നും ഭാരതീയ പ്രസ്ഥാനമെന്നും പേരുകളിൽ അറിയപ്പെടുന്നു. അവിദ്യയുടെ വിഷയം ബ്രഹ്മമാണെന്ന് ഇരുവരും പറയുമ്പോൾ ആശ്രയത്തെക്കുറിച്ച് അഭിപ്രായഭേദം പ്രകടിപ്പിക്കുന്നു. ബ്രഹ്മത്തെ തന്നെയാണ് ആശ്രയമായി പ്രകാശാത്മയതി കണക്കാക്കുന്നത്. എന്നാൽ വാചസ്പതി മിശ്രൻ്റെ അഭിപ്രായത്തിൽ ആശ്രയം ജീവനാണ്. ഇതാണ് ഇവരുടെ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. ഒരാൾ ആത്മാവിനെ ആശ്രയമായി കണക്കാക്കുന്നു, മറ്റൊരാൾ ജീവനെ ആശ്രയമായി കണക്കാക്കുന്നു. സത്വരജസ്തമോ ഗുണങ്ങളുടെ സാമ്യാവസ്ഥയാണ് അവിദ്യ. ആവരണശക്തി, വിക്ഷേപശക്തി എന്ന് രണ്ടെണ്ണം ഇതിനുണ്ടെന്നും അതിൽ ആദ്യത്തേത് തമോ ഗുണവും രണ്ടാമത്തേത് രജോ ഗുണവുമാണെന്നും അതിനോടുകൂടി സത്വഗുണം ചേരുമ്പോഴാണ് വ്യാവഹാരിക ജ്ഞാനമുണ്ടാകുന്നതെന്നും പറയപ്പെടുന്നു. അവിദ്യയാണ് പ്രപഞ്ചത്തിൻ്റെ ഉപാദാന കാരണം. അതിൻ്റെ പരിണാമമാണ് ജഗത്ത്. ജഗത് ജീവിതത്തിലെ പ്രാരബ്ധ കർമ്മങ്ങൾ അടങ്ങുന്നതോടെ സത്വരജോ ഗുണങ്ങൾ ഇല്ലാതാവുകയും സത്വഗുണം മാത്രം പ്രകാശിക്കുകയും ചെയ്യും. അപ്പോൾ ബ്രഹ്മജ്ഞാനം ലഭിക്കുന്നു. ബ്രഹ്മജ്ഞാനം ലഭിക്കുന്നതോടെ അവിദ്യ ഇല്ലാതാവുകയും ചെയ്യും. അപ്പോൾ ബ്രഹ്മജ്ഞാനം എപ്പോഴാണോ ലഭിക്കുന്നത്, എപ്പോഴാണോ പ്രകാശിക്കുന്നത്, അപ്പോൾ അവിദ്യയാകുന്ന അന്ധകാരമില്ലാതാവും. സംസാരകാരിണിയായത് അവിദ്യയും സംസാരനാശിനിയായത് വിദ്യയുമെന്ന് എഴുത്തച്ഛൻ അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ പാടുന്നത് നമുക്കറിയാമല്ലോ. പതഞ്ജലിയുടെ യോഗസൂത്രത്തിൽ പ്രതിപാദിക്കുന്ന പഞ്ചക്ലേശങ്ങൾ ഒന്നായിട്ടും അവിദ്യയെ പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അവിദ്യ, അസ്മിത, അതായത് ഞാനെന്ന ഭാവം, അഹംഭാവം, ദേഷ്യം, അഭിനിവേശം എന്നിവയാണ് പഞ്ചക്ലേശങ്ങൾ. ഇവയിൽ അവിദ്യയെ കാരണമായും മറ്റുള്ളവയെ കാര്യമായിട്ടും കണക്കാക്കിയിരിക്കുന്നു. എല്ലാ ദുഃഖങ്ങൾക്കും കാരണം അവിദ്യയാണെന്ന് സാരം. സാങ്ഖ്യദർശനത്തിലും അവിദ്യയെ പഞ്ചക്ലേശങ്ങളിൽ പ്രധാനപ്പെട്ടതായി കണക്കാക്കുന്നു. അപ്പോൾ നമ്മുടെ ക്ലേശങ്ങൾക്കും നമ്മുടെ ദുഃഖങ്ങൾക്കും എല്ലാം കാരണം അവിദ്യ ഒന്ന് മാത്രമാണ്. നാം എപ്പോഴും ദുഃഖത്തിൽ കഴിയുന്നത്, എപ്പോഴും വേദനയിൽ കഴിയുന്നത് അവിദ്യ നമ്മിലുള്ളതുകൊണ്ടാണ്. അവിദ്യ നശിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് പിന്നെ ഒരു ക്ലേശവും ഉണ്ടാവില്ല, പരമാനന്ദ സുഖമായിരിക്കും.
അപ്പോൾ അവിദ്യയെ നശിപ്പിച്ച് വിദ്യയെ പ്രകാശിപ്പിക്കുമ്പോൾ നമ്മുടെ സകല ദുഃഖങ്ങളും മാറിക്കിട്ടും. അപ്പോൾ ദുഃഖ നിവാരണത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധി ഇതാണ്, അവിദ്യയെ ഇല്ലാതാക്കുക, എന്നിട്ട് ബ്രഹ്മജ്ഞാനം നമ്മിൽ ഉണ്ടാക്കുക. ഇത് പറയാൻ എളുപ്പമാണ്, പക്ഷേ പ്രായോഗിക ജീവിതത്തിൽ ഇത് നടപ്പിലാക്കുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. അതിനാണ് നിരന്തരമായ സാധന വേണ്ടത്. സാധനയിലൂടെ മാത്രമേ ഈ പഞ്ചക്ലേശങ്ങളിൽ പ്രധാനപ്പെട്ട അവിദ്യയെ ഒഴിവാക്കാൻ കഴിയുള്ളൂ. അവിദ്യ ഇല്ലാതായി കഴിഞ്ഞാൽ, അതായത് ഈ ജഗത്ത് മിഥ്യയാണ്, ബ്രഹ്മം സത്യമാണ് എന്ന ആ പരമമായ ബോധം നമുക്കുണ്ടാകുമ്പോൾ സത്യത്തിൽ നമ്മുടെ ദുഃഖങ്ങളെല്ലാം അവസാനിക്കുന്നു. അപ്പോൾ ദുഃഖങ്ങൾക്കെല്ലാം കാരണം അവിദ്യയാണ്. ഈ അവിദ്യയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നാം ഇതേപോലുള്ള സാധനകളെല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ പരശിവത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള അവിദ്യ മാഞ്ഞു പോവുകയും പരസ്പരം പകരമായിട്ട് ജ്ഞാനം പ്രകാശിക്കുകയും ചെയ്യും. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സാധന ചെയ്യുന്നത്. ഓരോ സാധനയും ഓരോ ബ്രഹ്മജ്ഞാനത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്. അപ്പോൾ പരശിവത്തിലേക്കുള്ള ചവിട്ടുപടിയിലെ 7ാമത്തെ ചവിട്ടുപടിയാണ് നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത്. അതായത് അവിദ്യയുടെ നാശത്തിലൂടെ വിദ്യ പ്രകാശിക്കുകയും ബ്രഹ്മജ്ഞാനത്തിലേക്ക് പരശിവത്തിലേക്ക് നാം എത്തിച്ചേരുകയും ചെയ്യും. അതിന് അല്ലയോ മഹേശ്വര അങ്ങ് അനുഗ്രഹിക്കണമേ. അപ്പോൾ ഇവിടെയൊക്കെ ശിവകൃപയ്ക്കാണ് പ്രാധാന്യം. ശിവൻ്റെ കൃപയില്ലാതെ ഒന്നും നടക്കില്ല. ശിവൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം, ശിവൻ്റെ അരുളുണ്ടെങ്കിൽ, ഗുരുവരുളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആ വിദ്യ പൂർണ്ണമായും മാറിക്കിട്ടുകയും വിദ്യ പ്രകാശമാനമാകുകയും ചെയ്യും. ഇതാണ് ഈ കവിതയിൽ ശ്രീ നീലകണ്ഠ തീർത്ഥപാദസ്വാമികൾ നമ്മളോട് പറയുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട പരശിവ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു ചവിട്ടുപടിയാണ് അവിദ്യാനാശം. അവിദ്യാനാശത്തിലൂടെ നാം വിദ്യയുടെ പ്രകാശത്തിലേക്ക് എത്തിച്ചേരുന്നു. ഇതാണ് ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഓം ശിവായ നമഃ.